എന്താ അദ്ദേഹത്തിന് അയോഗ്യത? ചർച്ചകൾക്ക് നമ്മളല്ലല്ലോ ചർച്ച ചെയ്യുന്നത്, പാർട്ടിയല്ലേ ചർച്ച ചെയ്യേണ്ടത്. തീരുമാനം എടുക്കുന്നത് പാർട്ടിയല്ലേ. ആർക്കും വ്യക്തിപരമായ ആർക്കും അഭിപ്രായം പറയാമല്ലോ. അതിലെന്ത് തെറ്റ്? രമേശ് ചെന്നിത്തല ഇന്നലെ വന്ന രാഷ്ട്രീയക്കാരനൊന്നും അല്ലല്ലോ. KSUവിൽ നിന്ന് വന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ആളിഞ്ഞാണ് അദ്ദേഹം. അതുകൊണ്ട് മറ്റുള്ള കൂട്ടരാരും പറ്റൂല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സാമുദായിക നേതാക്കളെ വോട്ട് വാങ്ങാമെങ്കിൽ അവർക്ക് അഭിപ്രായം പറഞ്ഞൂടെ? അഭിപ്രായം പറയുന്നതിനെന്ത് സ്വാഭാവികമല്ലേ? ഒരു അഭിപ്രായം പറയുന്നതിനെന്ത് തെറ്റ്? സാമുദായിക നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാൻ പാടില്ല. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാകണ്ടേ? അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ? സ്വാഭാവികമല്ലേ? ഇത് ആദ്യം ഒത്തിരിയായി. ഇത് എത്ര കാലമായിട്ട് പറയുന്നതാണ് ഇതൊക്കെ? എത്രയോ കാലമായി പറയുന്നതാണ്. അല്ല, അതിൻ്റെ വരും വരായിയെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. വെള്ളാപ്പള്ളിക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ അവകാശമുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക നേതാക്കളെയും സമുദായങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ. ആര് പറഞ്ഞു അങ്ങനെ? ആര് പറഞ്ഞു? ഞങ്ങളിപ്പോൾ ആരെയാണ് ഞങ്ങൾ കാണാൻ പോയത്? ആരെയും കാണാൻ? ഞങ്ങളെ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ കുറ്റമുണ്ടോ? ഞങ്ങൾ പോയി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ലല്ലോ. ആരെങ്കിലും പോയിട്ട് പറഞ്ഞോ പിന്നെ രമേശ് ചെന്നിത്തലക്ക് മുഖ്യമന്ത്രിയാക്കണം നിങ്ങൾ? ഇല്ലല്ലോ. അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടിൽ അവരവരെ അഭിപ്രായം പറഞ്ഞു. അതവരുടെ സ്വാതന്ത്ര്യം. അവർക്ക് പറയാൻ അവകാശമുണ്ട്. കേരളത്തിലെ പൗരന്മാരാണ്. അവരും പൗരന്മാരാണ്. അവരും ഒരുപാട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. ജനസമ്മതിയുള്ള നേതാക്കന്മാരാണ്. അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? ഉണ്ട്. പറയാൻ പാടില്ലായിരുന്നു. അത് ഞാൻ പറയുന്നു, വ്യക്തിപരമായി ഞാൻ പറയുന്നത് പറയാൻ പാടില്ലായിരുന്നു. അത്രമാത്രം. ആളിപ്പം വെള്ളാപ്പള്ളി നല്ല നടപ്പ് നടത്താൻ നമുക്കൊന്നും കഴിയില്ലല്ലോ. പറ്റുമോ? ഞങ്ങൾ ചർച്ച തുടങ്ങിയാൽ നിങ്ങൾ അറിയും. നിങ്ങളറിയാണ്ട് ഇരിക്കൂല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഒന്നും മിണ്ടാത്ത അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾ അന്നൊരിക്കലും നമ്മൾ പറയാൻ സമ്മതിക്കുകയില്ല. VD സതീശന് VD സതീശൻ്റെ രാഷ്ട്രീയ റെസ്പെക്റ്റും രാഷ്ട്രീയ അംഗീകാരവും കേരളത്തിലുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, വെറുതെ ആയതല്ല. ജനങ്ങളെ സേവിച്ചും പാർട്ടിയെ സേവിച്ചിട്ടും വളർന്നു വന്ന ആളാണ് പിന്നെ സതീശൻ അങ്ങനെ ഇന്നലെ കടന്നു വന്നൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല. പഠിക്കാത്ത വർത്താനം പറയാൻ പറ്റില്ല. പഠിച്ചിട്ട് പറയാം. ഒരു തർക്കം ഇടിയില്ല. തുടങ്ങിയിട്ടില്ലല്ലോ. അവിടെ വരുന്നത് തർക്കം വന്നതിന്. തുടങ്ങുന്നതിന് മുമ്പേ തർക്കം വരുമോ? തർക്കം വന്നിട്ടില്ലേ തുടക്കം വന്നിട്ടില്ലേ തീർക്കുക? ഒരു തർക്കവും വരുമല്ലോ. നമ്മൾ വായിക്കത്തിൽ ഇതിന് മുമ്പ് നമ്മൾ ഇവിടെ ഭരിച്ചിട്ടില്ലേ? കേരളത്തിൽ കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഭരിക്കാൻ പോണത്? അല്ലല്ലോ. എത്ര തവണ കോൺഗ്രസ് ഭരിച്ചു? ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ഒരു വലിയ പുതുമയൊന്നുമല്ല. ഞങ്ങൾ വളരെ പഴക്കമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾക്കതിനുള്ള മെയ്വഴക്കം നമുക്കുണ്ട്. ഞങ്ങളതൊക്കെ ചെയ്തോളും. കോൺഗ്രസ്സിന് അതൊന്നും പഠിപ്പിക്കണ്ട. ഞങ്ങൾക്കതെല്ലാം നല്ല കൃത്യമായി നമുക്കെല്ലാം അറിയുന്ന ആളുകളാണ് ഞങ്ങൾ. എവിടം വരെ പോകാം, എങ്ങനെ പോകാം, എന്തുകൊണ്ട് പോകാം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. മുമ്പും അങ്ങനെ തന്നെയല്ലേ? മുമ്പെന്താ ഇവിടെ കേരളത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എത്ര മന്ത്രി മുഖ്യമന്ത്രിയാകേണ്ട ആളുണ്ട്? AK ആന്റണി മുതൽ വയലാർ രവി മുതൽ എത്ര മുഖ്യമന്ത്രിമാരുണ്ട് ആണ്? അവരെല്ലാം ആയിട്ടും കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിട്ടില്ലേ? ഞങ്ങളിങ്ങനെ അധികാരം പടംവലിയൊന്നുമുള്ള പാർട്ടിയൊന്നുമല്ല. അധികാരത്തിന് വേണ്ടി എല്ലാം കളഞ്ഞു കുളിക്കുന്നവരുമല്ല. ഞങ്ങൾക്ക് പക്വതയുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി നമുക്ക് വളരെ വിവേകമുണ്ട്. ഞങ്ങൾ ആലോചിച്ച് ചർച്ച നടത്തി സമന്വയിച്ച് നമ്മൾ തീരുമാനമെടുക്കും.